ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഹൃദ്യമാക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് അസാധ്യമെന്ന് പറയുന്ന പല കാര്യങ്ങളെയും സാധ്യമാക്കി എടുക്കേണ്ട ഒരു പിടിവാശിയുടെ നോമ്പായിരിക്കണം നമുക്ക്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈശോയുടെ ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? കർത്താവ്, എങ്ങനെ ഈ കുരിശ് ഞാൻ വഹിക്കും? എങ്ങനെ ഈ പാനപാത്രം ഞാൻ കുടിക്കും? മനുഷ്യനെന്ന നിലയിൽ എനിക്ക് അസാധ്യമാണിത്. പക്ഷേ അപ്പാ, നിന്റെ ഇഷ്ടത്തോട് ചേരുമ്പോൾ ഇത് സാധ്യമായി കിട്ടും. പ്രിയപ്പെട്ടവരെ, പല കുരിശുകളും നമുക്ക് അസാധ്യമായി തോന്നാൻ കാരണം അത് നമ്മൾ തന്നെ വഹിക്കുന്നു എന്നതുകൊണ്ടാണ്. ഈശോയുടെ കൂടെ വഹിച്ചു നോക്കിയേ, അപ്പോൾ അത് എത്ര സുന്ദരമായി നമുക്ക് വഹിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വഹിച്ചു നോക്കിയേ, അപ്പോൾ എത്ര ധൈര്യത്തോടെ നമുക്കതിനെ അതിജീവിക്കാൻ പറ്റും. മനുഷ്യർക്ക് അസാധ്യമാണ്. മനുഷ്യബുദ്ധിയിൽ അസാധ്യമായതെല്ലാം ദൈവബുദ്ധിയിൽ സാധ്യമാക്കി കിട്ടും. ഈ വചനത്തെ ഇന്ന് നമുക്ക് ഹൃദ്യമാക്കാം. ഈ വചനത്തെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാം. അങ്ങനെ ഈ വചനം ആവർത്തിച്ച് നമ്മുടെ നിയോഗങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് നമുക്ക് പഠിക്കാം. 51-ാമത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന ഒരു സാധ്യതയെ ഈശോ സാധ്യതയാക്കി മാറ്റണം. അങ്ങനെ കൃപയാക്കി മാറ്റുവാൻ ഈശോയെ, ഈ വചനത്തിൽ എനിക്ക് അഭിഷേകം നൽകണമേ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. ആമേൻ.